കോൺഗ്രസിലെ ഉൾപോരിൽ UDF വലയുമ്പോൾ NK പ്രേമചന്ദ്രന്റെ രക്ഷാദൗത്യം. പന്തളത്ത് പിണറായി സർക്കാരിനെതിരെ RSP നേതാവ് തൊടുത്തുവിട്ടത് വജ്രായുധം. അപകടം തിരിച്ചറിഞ്ഞ് മന്ത്രിമാരും CPM നേതാക്കളും പ്രേമചന്ദ്രനെതിരെ രംഗത്ത്. മുഖ്യമന്ത്രി പിണറായിയുടെ ഹിന്ദുത്വ തന്ത്രങ്ങൾക്ക് തിരിച്ചടി നൽകാൻ പ്രേമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ UDF ആയുധമാക്കും. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ ക്യാമ്പുകൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി തുടങ്ങി. 2026 തുടർഭരണം സാധ്യമാകുമെന്ന കണക്കുകൂട്ടലിൽ നീങ്ങുന്ന CPM-ന് വലിയ പ്രതീക്ഷ കോൺഗ്രസിലെ ചേരിപ്പോര് UDF-ന്റെ ശക്തി ചോർത്തുമെന്നതാണ്. NSS-നെയും SNDP-യെയും ചേർത്തുപിടിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഹിന്ദുത്വ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അടവു നയങ്ങളും പയറ്റി. എന്നാൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയം കല്ലുകടിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതും സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തി ആഭ്യന്തര വകുപ്പ് സർക്കാരിനേറ്റ ക്ഷീണം തീർക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ശബരിമല വലിയൊരു ഫാക്ടറായി മാറുമെന്നിരിക്കെ മുഖ്യമന്ത്രിയും CPIM-ഉം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ LDF സർക്കാരിനെതിരെ UDF പ്രതിഷേധ പരമ്പരകൾ തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. വിശ്വാസ സംരക്ഷണ പദയാത്ര അതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ KPCC പുനഃസംഘടനയെ തുടർന്നുണ്ടായ അതൃപ്തിയും വിവാദങ്ങളും കോൺഗ്രസിനെ പ്രക്ഷുബ്ധമാക്കിയതോടെ UDF വെട്ടിലായി. കോൺഗ്രസ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ ചൂടാറുകയും LDF സർക്കാരിനും CPIM-നും അതൊരു ആശ്വാസമാവുകയും ചെയ്തു. UDF-ന്റെ പന്തളത്തെ വിശ്വാസ സംരക്ഷണ പദയാത്ര സമാപനത്തിൽ K മുരളീധരൻ പങ്കെടുക്കില്ലെന്നറിയിച്ചതും അതേ തുടർന്നുണ്ടായ നാടകീയതയും ഒരു ദിവസം മുഴുവൻ UDF-നെ മുൾമുനയിലാക്കി. മണിക്കൂറുകൾ നീണ്ട സമവായത്തിനൊടുവിലാണ് മുരളീധരൻ അയഞ്ഞതും രാത്രി 10 മണിയോടെ വേദിയിൽ എത്തിച്ചേർന്നതും. കോൺഗ്രസിലെ വിവാദങ്ങൾ UDF-നെ പ്രതിസന്ധിയിലാക്കിയ വേളയിലാണ് പന്തളത്തെ വേദിയിൽ വെച്ച് RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉതകുന്ന ശബരിമല യുവതീ പ്രവേശന വിവാദം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ വിഷയമാക്കി. രഹ്ന ഫാത്തിമയ്ക്കും ബിന്ദു അമ്മിണിക്കും പൊറോട്ടയും ബീഫും നൽകിയാണ് സർക്കാർ ശബരിമല കയറാൻ കൊണ്ടുവന്നതെന്നായിരുന്നു NK പ്രേമചന്ദ്രൻ MP-യുടെ ആരോപണം. രണ്ടുപേരെയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി. അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിൽ എത്തിക്കുകയായിരുന്നു. രഹ്നയുടെയും ബിന്ദു അമ്മിണിയുടെയും മലകയറ്റത്തിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ഗവൺമെന്റുമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നും NK പ്രേമചന്ദ്രൻ പന്തളത്തെ പ്രസംഗത്തിൽ വിമർശിച്ചു. ഇതോടെ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ശബരിമല സ്ത്രീ പ്രവേശന വിവാദം RSP നേതാവ് കുത്തിപ്പൊക്കി. വർഷങ്ങൾക്ക് മുമ്പ് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തിയതിന്റെ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന് സൂചിപ്പിക്കും വിധമാണ് ഇടത് സോഷ്യൽ മീഡിയകളിൽ RSP നേതാവിനെതിരെ അമർഷം നുരഞ്ഞു പൊന്തിയത്. CPIM നേതാക്കളും മന്ത്രിമാരും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ പ്രേമചന്ദ്രനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടു. മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ വിഷചന്ദ്രൻ എന്ന് പരോക്ഷമായി വിമർശിച്ചു. അതേസമയം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കി. രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും മല ചവിട്ടാനെത്തിയത് പൊറോട്ടയും ബീഫും വാങ്ങി തന്നെയാണെന്ന് ആധികാരികമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവന നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോണും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും CPM ഇതിനെ വർഗീയ പരാമർശമായി കണ്ടിരുന്നില്ല. പന്തളത്ത് താൻ പ്രസംഗിച്ചപ്പോൾ വർഗീയതയായി. CPM-നെ പ്രസ്താവന വേദനിപ്പിച്ചതിൽ സന്തോഷമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. UDF MP NK പ്രേമചന്ദ്രന്റെ ആരോപണത്തിന് ഫേസ്ബുക്കിൽ മറുപടിയുമായി ബിന്ദു അമ്മിണി രംഗത്ത് വന്നു. ബീഫ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പൊറോട്ട കൂടെ വേണ്ട, കപ്പയാകാം, കപ്പയും ബീഫും സൂപ്പറാണ് എന്നായിരുന്നു കുറിപ്പ്. ബിന്ദു അമ്മിണിയുടെ കുറിപ്പിന് താഴെ കമന്റുകൾ നിറയുന്നുണ്ടെങ്കിലും CPM വേണ്ട രീതിയിൽ ബിന്ദു അമ്മിണിയുടെ പരിഹാസത്തെ ഏറ്റെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയം. പ്രേമചന്ദ്രനെ ആക്രമിക്കാൻ ബിന്ദു അമ്മിണിയെ കൂട്ടുപിടിക്കേണ്ടതില്ലെന്ന തന്ത്രപരമായ ജാഗ്രതയും CPIM കാണിക്കുന്നുണ്ട്. RSP നേതാവ് കൃത്യസമയത്ത് പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രാഷ്ട്രീയായുധം പുറത്തെടുത്തതിന്റെ ആവേശത്തിലാണ് UDF ക്യാമ്പ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തോടൊപ്പം സ്ത്രീ പ്രവേശന
വിവാദവും ചേർത്തുവെച്ചാകും UDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുഖ്യമന്ത്രി പിണറായിയെയും CPIM-നെയും എതിരിടുക എന്നത് വ്യക്തം.